ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയായിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരന്ന് പ്രചരിപ്പിച്ചിരുന്ന കള്ളമായിരുന്നു വാഹന വ്യൂഹം. പിണറായി വിജയൻ്റെ വാഹന വ്യൂഹം എന്നത് പ്രമുഖ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ അത് പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ. സുനിൽ കനോഗുലു കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ ചുമതല ഏറ്റെടുത്ത് വന്നതു മുതൽ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണങ്ങൾ മുഴുവൻ പോയത്. പിണറായി വിജയനെ താറടിക്കുക, അദ്ദേഹത്തിൻ്റെ ഇമേജ് കളയുക, അദ്ദേഹത്തിൻ്റെ ഇമേജ് പൊളിച്ചടുക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അത് രണ്ട് വഴികളാണ് സ്വീകരിച്ചത്. ഒന്ന്, പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണ് എന്ന് വരുത്തി തീർക്കുക. പിണറായി വിജയനെ പരമാവധി പ്രകോപിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കും, അത് വലിയ വാർത്തയാക്കി മാറ്റുക. അതിൽ UDF വിജയിച്ചിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം അതിനെ വളരെയേറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ആഘോഷിച്ചത് വാഹന വ്യൂഹം. പിണറായി വിജയൻ്റെ വാഹന വ്യൂഹം. എത്ര വാഹനങ്ങളാണ് പിണറായി വിജയനോടൊപ്പം സഞ്ചരിച്ചിരുന്നത് എന്നാണ് കേരളത്തിൽ പ്രചരിച്ചത്. ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആ നമ്പറുകൾ എത്തിയിട്ടുണ്ടാകും. 40 എന്ന്. 40 കാറുകൾ, വാഹനങ്ങൾ പിണറായി വിജയൻ്റെ മുന്നിലും പിന്നിലുമായി കേരളത്തിൻ്റെ റോഡുകളിലൂടെ ഓടുകയാണ്. ഇതാണ് കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു കള്ളം. അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കള്ളപ്രചാരണത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിലും സുനിൽ കനോഗുലുവിൻ്റെയും UDFിൻ്റെയും പ്രമുഖ മാധ്യമങ്ങളുടെയും പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴിതാ മലയാള മനോരമ തന്നെ ആ പ്രചാരണം വെറും കള്ളമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ 2026 മെയ് 16 മലയാള മനോരമ ദിനപത്രത്തിൽ 1-ാം പേജിൽ തന്നെ വാർത്തയുണ്ട്. വാഹന വ്യൂഹം വേണ്ട, ജനത്തെ തടയരുത്. VD സതീശനെ വെള്ളപൂശാനാണ് ആ വാർത്ത കൊടുത്തത് എന്നത് തലക്കെട്ടിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ മാത്രം മതിയെന്ന് VD സതീശൻ. ആരാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? മുഖ്യമന്ത്രിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അത് തീരുമാനിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമാണ്. അന്നന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രിക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട സുരക്ഷയാണ് നൽകേണ്ടത്, ഏത് രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിക്ക് അതിൽ ഒരു റോളുമില്ല. അതിന് ഒരു ബ്ലൂ ബുക്ക് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇത്തരം കള്ളപ്രചാരണം അന്ന് നടത്തി. ഇന്ന് മനോരമ തന്നെ അത് പൊളിക്കുന്നു. VD സതീശനെ വെള്ളപൂശാനാണെങ്കിലും അതിൽ ഒരു വരി സത്യം പറയുന്നുണ്ട് മലയാള മനോരമ. അത് ഇങ്ങനെയാണ്: അതീവ സുരക്ഷാ സന്നാഹത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ യാത്ര ചെയ്തിരുന്നത്. അതീവ സുരക്ഷാ സന്നാഹത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ യാത്ര ചെയ്തിരുന്നത്. 6 മുതൽ 8 വാഹനങ്ങളിലായി ഏതാണ്ട് 40ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അനുഗമിച്ചിരുന്നു. 40ഓളം സുരക്ഷാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും എന്ന ഒരു കള്ളവും കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട് മലയാള മനോരമ. എങ്കിലും 6 മുതൽ 8 വരെ വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കുന്നു. 6 മുതൽ 8 വരെ ഉറപ്പിച്ചു പറയാം. 6 വാഹനങ്ങൾ. ഒരു വാഹനം ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലൂടെയാണോ കടന്നു പോകുന്നത് ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു വാഹനം ഉണ്ടാകും വഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് VD സതീശനാണെങ്കിലും ഉണ്ടാകും, ഇനി ഏതെങ്കിലും മന്ത്രിയാണെങ്കിലും ഉണ്ടാകും. ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലൂടെ മന്ത്രി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും മന്ത്രിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ മുന്നിൽ ആ പോലീസ് സ്റ്റേഷനിലെ വാഹനം ഉണ്ടാകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് പോലും കള്ളപ്രചാരണം നടത്തിയത് നാം കണ്ടു. 6 മുതൽ 8 വാഹനം വരെയാണ് ഉണ്ടായിരുന്നത് എന്ന് മലയാള മനോരമ തന്നെ സമ്മതിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നിയുക്ത മുഖ്യമന്ത്രി വരെ പറഞ്ഞത് 30ഓളം വാഹനങ്ങൾ എന്ന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞു പോയ വാക്യങ്ങൾ അത് മനസ്സിലുണ്ട്. അത് അറിയാതെ പറഞ്ഞു പോയതാണോ എന്നറിയില്ല. അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയായിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും.
കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് 40ഓളം വാഹനങ്ങൾ എന്നാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ ആവർത്തിച്ച് പറയാറുണ്ട് 40ഓളം വാഹനങ്ങൾ എന്ന്. പിണറായി വിജയനെ അനുഗമിച്ചിരുന്നത് 40ഓളം വാഹനങ്ങളായിരുന്നു എന്ന്. മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, UP-യിലെ മുഖ്യമന്ത്രി പോകുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ എടുത്ത് ഇതാ പിണറായി വിജയൻ പോകുന്നു എന്ന പ്രചാരണം പോലും കേരളത്തിൽ നടന്നിരുന്നു. അത് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട്. അത് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളും കേരളത്തിലുണ്ട്. അവരൊക്കെ ഒന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇന്നത്തെ മലയാള മനോരമ പത്രം വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. 2026 മെയ് 16 മലയാള മനോരമ പത്രത്തിൽ 1-ാം പേജിൽ തന്നെ വാർത്തയുണ്ട്. VD സതീശനെ വെള്ളപൂശാനാണെങ്കിലും ആ വാർത്ത ഒന്ന് മുഴുവൻ വായിച്ചാൽ എന്തായിരുന്നു പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം എന്ന് കൃത്യമായും വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എല്ലാ കള്ളപ്രചാരണങ്ങളും അതിൻ്റെ സത്യത്തോടുകൂടി തകർന്ന് തരിപ്പണമാകും. പക്ഷേ സമയമെടുക്കും. ആ സമയമെടുക്കലിൻ്റെ നേട്ടമാണ് ഇപ്പോൾ UDF നേടിയിരിക്കുന്നത്. അതിന് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രൊപ്പഗണ്ട കേരളത്തിൽ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഉൽപ്പന്നമാണ് ഇപ്പോഴത്തെ UDF-ന്റെ വിജയം. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഏകീകരണം, അതിനും പിറകിലും ഇത്തരം കള്ളപ്രചാരണം ഉണ്ടായിരുന്നു. SIR നടപ്പാക്കിയത് പിണറായി വിജയനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഓരോ വീട്ടിലും പോയി സംസാരിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം ഓരോ കള്ളവും ഇങ്ങനെ പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തി അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്ര ഹീനമായ നീക്കമാണ് നടത്തിയത് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-നോടൊപ്പം നിൽക്കുന്നവരുടെ മനസ്സിൽ പോലും ഇത്തരം കാര്യങ്ങൾ തറച്ചിട്ടുണ്ട്. അവരിപ്പോഴും അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ കള്ളപ്രചാരണത്തിൻ്റെ ഒരു മറുവശം. എന്നിരുന്നാലും മലയാള മനോരമ 2 വാക്കെങ്കിൽ 2 വാക്ക് പറഞ്ഞല്ലോ. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാള മനോരമയുടെ ഈ വാർത്ത.